എല്ലാവർക്കും ഡേ 8 മോർണിംഗ് ആൻഡ് ഈവനിങ് വരാഹി പ്രയറിലേക്ക് സ്വാഗതം. കുറച്ച് ഡിലേ ആയിപ്പോയി. ലാസ്റ്റത്തെ എല്ലാ വീഡിയോസിലും അയച്ചിട്ടുള്ള എല്ലാ കമൻറ്റുകളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു അത്ഭുതകര മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതേതാ മന്ത്രം എന്നുള്ളത് പറയാം. അതിന് മുന്നേ വരാഹി അമ്മയുടെ പൂജകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് നെയ്ബേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായിരിക്കാം. അപ്പോൾ അവരും രക്ഷപ്പെട്ടോട്ടല്ലേ. അപ്പോൾ നമ്മളൊരിക്കലും സെൽഫിഷ് ആവാൻ പാടില്ല. നമ്മൾ മാക്സിമം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, നല്ലത് മാത്രം ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ പോലും ആവശ്യപ്പെടുന്നതിലധികം ദൈവം നമുക്ക് തരുള്ളൂ. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കണം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും എല്ലാം. എടുത്തു ചാടി ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. അതിന് മുമ്പേ നമ്മൾ വേണ്ടുന്ന ആളുകളോട് അത് ചോദിച്ച് അത് മനസ്സിലാക്കി അതനുസരിച്ചായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കേണ്ടത്. വാരാഹി അമ്മയുടെ മന്ത്രം എന്ന് പറയുന്നത് അത്ഭുതകരമായ മന്ത്രമാണ്. അത് ഏത് രീതിയിലും അങ്ങ് ജപിച്ചെടുക്കാം എന്നുള്ളത് വിചാരിക്കരുത്. വാരാഹി അമ്മയുടെ മന്ത്രം ജപിക്കുന്നതിലെല്ലാം ഓരോ രീതികളുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക് കൂടാതെ നല്ല രീതിയിലായിരിക്കണം അത് ഉച്ചരിച്ച് പറയേണ്ടത്. അതായത് കടുകട്ടിയുള്ള മന്ത്രങ്ങൾ വരെയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട്. ഉരുവിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ രാത്രി കാലങ്ങളിലാണ് ദേവിയുടെ മന്ത്രം ജപിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം. എന്നാൽ ചില കാരണത്താൽ എല്ലാവർക്കും രാത്രി പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഏതാണോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. വാരാഹി എന്ന് പറയുന്ന പലരും ചോദിച്ചിട്ടുണ്ട്, വാരാഹി എന്ന് പറയുന്ന ദേവി, പഞ്ചമി എന്ന് പറയുന്ന ദേവി, ഇത് രണ്ടും രണ്ടാണോ എന്ന് ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരമാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതായത് വാരാഹി, പഞ്ചമി, അങ്ങനെ ഒട്ടനവധി വാർത്താളി, അങ്ങനെ ഒട്ടനവധി നാമങ്ങളിൽ വാരാഹി ദേവി അറിയപ്പെടുന്നു. വാരാഹി ദേവിയുടെ നാമം പഞ്ചമി ദേവി എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യാം. അതൊന്ന് കണ്ടു നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതുകൂടാതെ തന്നെ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾ ചോദിച്ചിരുന്നു തിരുവനന്തപുരത്ത് അറിയാൻ പാടില്ല അവർക്ക് എവിടെയാണ് ക്ഷേത്രം എന്നുള്ളത്. പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല. ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും എനിക്കിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ എളുപ്പമുള്ളത് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രമാണ്. പേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് വന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ അവിടെ ദുർഗാദേവിയുടെയും പിന്നെ വാരാഹി ദേവിയുടെയും പ്രതിഷ്ഠയാണ് ഉള്ളത്. അതുകൂടാതെ അയ്യപ്പൻ, ഭഗവതി, ചാമുണ്ടേശ്വരി, അങ്ങനെ ഒട്ടനവധി പ്രതിഷ്ഠകൾ, ഗണപതി ഭഗവാൻ, അങ്ങനെ ഒട്ടനവധി പ്രതിഷ്ഠകളുള്ള ഒരു ക്ഷേത്രമാണ്. പ്രധാനമായും വാരാഹി ദേവിയും ദുർഗാദേവിയും ഉണ്ട്. അപ്പോൾ അവിടെ ചെയ്യുന്ന നമ്മളൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് നമ്മളവിടെ ഒരു നേർച്ചയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നവദീപവും നാളികേര ദീപവുമാണ് സമർപ്പിക്കുക ദേവിക്ക്. നവദീപം എന്ന് പറയുന്നത് ദുർഗാദേവിക്കും, നാളികേര ദീപം എന്ന് പറയുന്നത് വാർത്താളി ദേവിക്ക്, അതായത് വാരാഹി ദേവിക്കുള്ളതാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നവദീപത്തിന് 100 രൂപയും നാളികേര ദീപത്തിന് 150 അങ്ങനെ എന്തോ ആണ് കേട്ടോ. എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ ഞാൻ അവിടെ ചെയ്യാറുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ആണ് രണ്ട് ദേവിയുടെ മുന്നിലും ഒരേ ആളുടെ പേരും ആർക്കാണോ ചെയ്യുന്നത് അപ്പോൾ അതേ വ്യക്തി ആയിരിക്കണം. അതേ വ്യക്തിയുടെ നക്ഷത്രത്തിൽ രണ്ട് ദേവിക്ക് കൊടുക്കുന്നത് കൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നവദീപം നമ്മൾ തിരിയെല്ലാം പ്രോപ്പറായിട്ട് എണ്ണയിൽ നല്ല ഇതായിട്ട് ചെയ്തിട്ട് അതിലവിടെ വിളക്ക് വെച്ചിട്ടുണ്ടാവും. അത് നവദീപം മൊത്തം കത്തിച്ച ശേഷം ആ ചുറ്റമ്പലം, അതായത് ആദ്യം വരേണ്ടത് നവദീപം നമ്മൾ വെക്കുന്നത് ദുർഗാദേവിക്കാണ്. അപ്പോൾ ദുർഗാദേവിയുടെ നടയിലെത്തിയ ശേഷം അവിടെ 3 തവണ നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. ഞാനിങ്ങനെ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് അറിയില്ല. ദുർഗാദേവിയുടെ നടയിൽ 3 തവണ ആ കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ആരാധിച്ച ശേഷം അവിടെ നിന്ന് ആ ചുറ്റമ്പലം മൊത്തം വന്ന് ആ ദീപം തെളിയിച്ച ശേഷം ചുറ്റമ്പലം മൊത്തം ചുറ്റി വന്ന് ദുർഗാദേവിയുടെ നടയിൽ ഈ നവദീപം വയ്ക്കണം. അതാണ് ചെയ്യേണ്ടത്. നാളികേര ദീപം അതിന് ശേഷം വന്ന് വീണ്ടും ആ 2 നാളികേര ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് പറയുമ്പോൾ മനസ്സിലാവുമെന്നറിയില്ല. 5 തിരിയിട്ടാണ് ഓരോ നാളികേരവും വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കത്തിച്ച ശേഷം ഇതുപോലെ വാർത്താളി അല്ലെങ്കിൽ വാരാഹി ദേവിയുടെ മുന്നിൽ വന്നിട്ട്
3 പ്രാവശ്യം ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് 3 പ്രാവശ്യം ആരാധിച്ച ശേഷം അവിടെ നിന്ന് ചുറ്റമ്പലം കറങ്ങി വരാഹി ദേവിയുടെ മുന്നിൽ ഈ നാളികേര ദീപം വെക്കണം, നടയിൽ വെക്കണം. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കും. അതുകൂടാതെ മന്ത്രം ഉരുവിട്ടാലും മതിയാകും. എല്ലാത്തിനും പുറമേ നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസമില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. അപ്പോൾ ഇന്ന് ഡേ 8 വാരാഹി മന്ത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെങ്ങനെയാണ് ജപിക്കേണ്ടതെന്നുള്ളത് പറയാം. 21 തവണയാണ് ജപിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഏതാ മന്ത്രം എന്നുള്ളത് പറയാം. ഒരുപാട് ഇത് നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടാനായിട്ടുള്ള ഒരു ഉഗ്ര മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓം വാർത്താലേ നമഃ. ഓം ജഗദീശ്വരിയേ നമഃ. 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 ഓം വാർത്താലേ നമഃ. ഓം ജഗദീശ്വരിയേ നമഃ.